ബിജെപിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തെ മണ്ഡലങ്ങൾ എന്നത് അവർ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു എന്നതിൽ തർക്കമില്ല. അതിൽ നേമവും കഴക്കൂട്ടവും തിരുവനന്തപുരവും നെടുമങ്ങാടും വട്ടിയൂർക്കാവും ഒക്കെ ഉൾപ്പെടുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. നെടുമങ്ങാട്ട് 2021 ഡേറ്റകളിലേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് പരിശോധിക്കുമ്പോൾ അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ GR അനിൽ ആയിരുന്നു വിജയിച്ചത്. LDFിന്റെ ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള GR അനിൽ വിജയിച്ചു കയറിയത് 72,000-ലധികം വോട്ടുകൾക്ക് വ്യക്തമായ മേൽക്കൈയോടുകൂടിയായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. PS പ്രശാന്ത് ആയിരുന്നു 49,433 വോട്ടുകൾ നേടിക്കൊണ്ട് രണ്ടാം സ്ഥാനത്തെത്തിയത്. JR പത്മകുമാർ NDA സ്ഥാനാർത്ഥിയായ JR പത്മകുമാറിന് BJP സ്ഥാനാർത്ഥിയായ JR പത്മകുമാറിന് 26,861 വോട്ടുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത്. ഇനി വട്ടിയൂർക്കാവിലേക്ക് വരുമ്പോഴാണ് അവിടെയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതീക്ഷ പുലർത്താൻ സാധിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരത്തെ MG രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ രംഗത്തേക്ക് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് വരികയും അങ്ങനെ പ്രവർത്തന മികവ് കാഴ്ചവെക്കുകയും ഒക്കെ ചെയ്ത ആൾ കൂടിയാണ് പ്രശാന്ത് എന്നത് എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വോട്ട് ശതമാനം ഉയർത്താൻ പ്രശാന്തിന് സാധിച്ചിരുന്നുവെന്ന് മാത്രവുമല്ല 61,111 വോട്ടുകൾ നേടാൻ സാധിച്ചു എന്നതാണ്. പക്ഷേ അവിടെയാണ് NDAയുടെ സ്ഥാനാർത്ഥിയായിരുന്ന VV രാജേഷ്, ഇപ്പോൾ മേയറായിട്ടുള്ള VV രാജേഷ് 39,596 വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയത്. വീണ S നായരായിരുന്നു UDFിന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. വീണ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്ന സാഹചര്യം കൂടി ആണ് ഉണ്ടായത്. ഇത്തരം സാഹചര്യങ്ങളാണ് രാഷ്ട്രീയമായി കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. ഒപ്പം VV രാജേഷ് എന്ന നേതാവ്, VV രാജേഷിനെ മേയറായി പരിഗണിക്കുമ്പോഴടക്കം ഒട്ടേറെ ഘടകങ്ങൾ ഉണ്ടായിരുന്നു. VV രാജേഷ് എന്തുകൊണ്ട് മേയറാകണം എന്നത് അവിടെ നമുക്കറിയാം. ശ്രീലേഖ IPS കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി കഴിഞ്ഞു തന്നെ മത്സരിപ്പിച്ചത് തന്നെ മേയർ എന്ന നിലയിലേക്കാണ് എന്ന്. പക്ഷേ RSSന്റേത് ഉൾപ്പെടെയുള്ള സമ്മർദ്ദം ആ ഘട്ടത്തിൽ VV രാജേഷിന് അനുകൂലമായി എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അവിടെ MG രേണുകയുമായി നൽകിയ അഭിമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഇതിനു മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ സജീവമായി രംഗത്തിറങ്ങിയിട്ടുള്ള ആളാണ് താൻ. തിരുവനന്തപുരം ജില്ലയിലെ പല മണ്ഡലങ്ങളിലും മത്സരിച്ചിരുന്നു എന്നതുകൊണ്ട് തന്നെ മുൻ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജനങ്ങൾക്ക് കൂടുതൽ പരിചിതനാണ് VV രാജേഷ്. നിലവിലെ മേയർ എന്ന നിലയിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ VV രാജേഷ് ചില പ്രതികരണങ്ങൾ നടത്തുമ്പോഴും അതിൽ ഒരു രാഷ്ട്രീയ പക്വത പുലർത്തുന്നുണ്ട് എന്നുകൂടി നമുക്ക് പറയാം. രാഷ്ട്രീയമായി എതിരാളികളെ ആക്രമിക്കേണ്ട ഘട്ടത്തിൽ ആക്രമിക്കുകയും അതേസമയം പക്വതയോടുകൂടി ഇടപെടുകയും ചെയ്യുന്നു എന്ന ഒരു ലേബൽ ഒരു പക്ഷേ ഈ പ്രശാന്തിൻ്റെ ഒരു പിന്മുറക്കാരനായി നാളെ മാറാൻ സാധ്യതയുള്ള ആൾ കൂടി എന്നാണ് VV രാജേഷിനെ പൊതുവെ BJP വിലയിരുത്തുന്നത്. മേയർ എന്ന നിലയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച് പിന്നീട് മത്സരിക്കുകയാണോ അതിനപ്പുറത്ത് ഉടൻ തന്നെ മത്സരിപ്പിക്കുമോ എന്നതിലാണ് വ്യക്തതയില്ലാത്തത്. മേയറിലേക്ക് എത്തുന്നതിന് മുമ്പ് കഴിഞ്ഞ ടൈമിലും അദ്ദേഹം കൗൺസിലറായി പ്രവർത്തിച്ചിരുന്നു എന്നത് അനുകൂലമാകുന്ന സാഹചര്യം ആണ് സൃഷ്ടിക്കുന്നത്. അതോടൊപ്പം പരിചയസമ്പന്നനായ ഒരു നേതാവ് കൂടിയാണ് എന്നത് എടുത്തു പറയേണ്ടതാണ്. SFI കാരനായിരുന്ന VV രാജേഷ് പിന്നീട് BJPയിലേക്കും അങ്ങനെ യുവജന പ്രസ്ഥാനങ്ങളിലുമൊക്കെ ആകർഷനായിട്ടാണ് BJPയുടെ മുഖമായി തിരുവനന്തപുരത്ത് മാറിയത്. മുതിർന്ന നേതാവ് എന്നതും അനുകൂലമാകുന്നു. മേയർ ആയി പരിഗണിക്കപ്പെട്ടപ്പോൾ അതുതന്നെയായിരുന്നു RSSന്റെ ഭാഗത്ത് നിന്നുണ്ടായ സമ്മർദ്ദത്തിന് കാരണമായത്. അങ്ങനെ പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷൻ ലഭിച്ചപ്പോൾ ആ കോർപ്പറേഷനിൽ അനുഭവ സമ്പത്തുള്ള മുതിർന്ന ആൾ തന്നെ മേയറായി വരണം എന്ന നിലപാട് RSS സ്വീകരിച്ചു. അതാണ് മേയറാകാനുണ്ടായ സാഹചര്യം. ഒരുപക്ഷെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തുമ്പോഴും അത് തന്നെ ഗുണകരമാകും VV രാജേഷിന് എന്നതാണ്. മികച്ച നേതൃപാഠവും കൂടിയുണ്ട്. അതായത് സംഘടനാ തലത്തിലും അതോടൊപ്പം തന്നെ ഔദ്യോഗികമായ പദവികളിലും അത്തരത്തിൽ മികവ് പുലർത്തുന്ന ആൾ കൂടിയാണ് VV രാജേഷ്. അതുകൊണ്ട് തന്നെ VV രാജേഷ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. പക്ഷേ തിരുവനന്തപുരത്ത് നിരവധിയായ പേരുകൾ ഇപ്പോൾ തന്നെ BJPക്ക് മുന്നിൽ ഉണ്ട് എന്നതാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേരാണ്. മുൻ അധ്യക്ഷൻ K സുരേന്ദ്രൻ്റെ പേരുണ്ട്, ശ്രീലേഖ IPSന്റെ പേരുണ്ട്, കൃഷ്ണദാസിൻ്റെ പേരുണ്ട്, യുവരാജ് ഗോകുലിൻ്റെ പേരുണ്ട്. അങ്ങനെ V മുരളീധരൻ അടക്കം ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ മാറ്റുരയ്ക്കും എന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട പദവിയിൽ തുടരുക, അതായത് മേയർ പദവിയിൽ തുടരുക എന്ന നിർദ്ദേശം കൂടി പാർട്ടി VV രാജേഷിന് നൽകുമോ എന്നതിനും നമുക്ക് കണ്ടറിയണം.